പല്ലവി രചന അഞ്ജലി മോഹൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കിതച്ചുകൊണ്ട് അവൻ ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് മാറുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിസ്സംഗതയായിരുന്നു. എത്ര ആസ്വദിച്ചാലും നിന്നോട് തോന്നുന്ന ഇഷ്ടം മാത്രം മാറ്റിത്തീരുന്നില്ല പല്ലവി. അവൻ ആലസ്യതയോടെ വീണ്ടും അവളുടെ മാറിടത്തിലേക്ക് നന്ദി എന്നോടെ മുഖം പൂഴ്ത്തി. അപ്പൊ എട്ടിച്ചൻ എന്നെ പ്രണയിക്കുന്നെന്നാണോ? അവളുടെ ഹൃദയം എന്തിനോ വേണ്ടി വെപ്രാളപ്പെട്ടു. അവന്റെ ഉറക്കെയുള്ള ചിരികൾക്ക് വീണ്ടും ആ ഹൃദയം നിലച്ചു. നിന്നെയൊക്കെ എങ്ങനെയാ കൊച്ചെ പ്രണയിക്കുന്നത്? എന്ന അമ്മച്ചിക്ക് നാട്ടുമ്പുറത്തെ കൊച്ചിനെ മാത്രമേ മരുമകളായിട്ട് പിടിക്കൂ. പിന്നെ കെട്ടുന്നുണ്ടെങ്കിൽ നല്ല അടക്കോ ദുഃഖമോ ഉള്ള ഒരെണ്ണത്തിനെ കെട്ടുന്ന തന്നെയാ ഈ എഡിക്ക് ഇഷ്ടവും. ഇതെന്നാ അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് മുണ്ടുമുറുക്കിയെടുത്താണ് സിഗരറ്റിനെ തീ കൊളുത്തി. ഒന്നുമില്ലെന്ന് പതിയെ തലയണയ്ക്ക് പുതപ്പുകൊണ്ട് ശരീരത്തെ മറച്ചവൾ കുളിമുറിയിലേക്ക് നടന്നു. എഡിച്ചിന് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കട്ടെ? അടുക്കളയിലേക്ക് നടക്കുമ്പോൾ തിരിഞ്ഞോക്കാതെ ചോദിച്ചു. പുകയൂതി വിട്ടുകൊണ്ട് അവൻ ബാൽക്കണിയിൽ നിന്നും നീട്ടി മൂളി. സ്റ്റൗവിലേക്ക് ചായക്കുള്ള വെള്ളം വെച്ചതും രണ്ട് കൈകൾ പിന്നിലൂടെ വയറിനെ ചുറ്റിപ്പിടിച്ചു. നാട്ടിൻപുറത്തെ പെങ്കുശങ്ങളെ കാണാൻ തന്നെ വല്ലാത്തൊരു നൈർമല്യാണ് പെണ്ണെ. നിന്നെപ്പോലെ ഇങ്ങനെ സെക്സി ആയിട്ട് സാരി ചുറ്റാനെന്ന് അവർക്ക് അറിയില്ല. ശരീരത്തിൻ്റെ ഒരു അംശം പോലും കാണിക്കാതെ 5 മീറ്റർ തുണി കൊണ്ട് അവർ ദേഹം മുഴുവൻ ചുറ്റിക്കിട്ടും. ഈ സംസാരം അവനൊരു പതിവാണെങ്കിലും കുറച്ച് നാളായി തന്നെ വല്ലാതെ നോവിക്കുന്ന പോലെ. വെറുതെ ചിരിച്ചെന്ന് വരുത്തി ചായ അവന് നേരെ നീട്ടി. തിരക്ക് കൂട്ടി മുറിയിലേക്ക് ചെന്ന് കഥകടച്ച് കുറ്റിയിട്ടു. അലമാര തുറന്ന് ഒരു കറുത്ത സാരി എടുത്ത് ചുറ്റി. എഡിച്ചൻ നേരത്തെ പറഞ്ഞതോർക്കെ അനാവൃതമായ വയറിനെ അവൾ മറച്ചു വെച്ച് പിന്നുകൊണ്ട് കുത്തിവെച്ച് പാറിക്കിടന്ന മുടി ഒരു ബെണ്ണ് വെച്ച് ചുറ്റിക്കെട്ടിയിട്ടു. കുറച്ച് വിട്ടു നിന്ന് കണ്ണാടിയിൽ കാണുന്ന സ്വന്തം രൂപത്തിലേക്ക് കണ്ണിമച്ചിമാതെ നോക്കി. ഇപ്പൊ എനിക്ക് ആ നൈർമല്യം ഉണ്ടോ എഡിച്ച? മനസ്സ് കൈവിട്ട് പോകുന്ന പോലെ, മുന്നിലെ പ്രതിബിംബം തന്നെ നോക്കി കളിയാക്കുന്ന പോലെ. കുത്തിവെച്ച പിന്നും കെട്ടിയിട്ട പെണ്ണ് ഊരി വലിച്ചെറിഞ്ഞു. നിനക്കിത് എന്ത് പറ്റി പല്ലവി? ഹെഡിനോട് പ്രണയമാണോ? പ്രണയത്തിലും ബന്ധങ്ങൾ തീർക്കുന്ന നൂലാമാലകളൊന്നും വിശ്വാസമില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞ്? എഡിന് നിന്നെ ഒരിക്കലും സ്നേഹിക്കാനാവില്ല പെണ്ണെ. അവന്റെ സങ്കല്പത്തിലുള്ള സ്ത്രീ രൂപം അല്ല നിനക്ക്. അവളുടെ രൂപം അവളോട് തന്നെ കലയിച്ചുകൊണ്ടിരുന്നു. പല്ലവി ഇറങ്ങുന്നില്ലടോ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. വാതിൽ തുടരെയുള്ള മുട്ടൽ കേട്ട് മുഖം തുടച്ചുകൊണ്ട് ചെന്ന് കഥകിന്റെ കൊളുത്ത് കഴത്തി. പല്ലവി ഇറങ്ങാം. വെയിറ്റ് താഴ്ന്ന് ലിപ്സ്റ്റിക് ഇടാൻ മറന്നെന്ന് തോന്നുന്നു. കാറിന്റെ കീ അവളെ ഏൽപ്പിച്ചവൻ മുറിക്കുള്ളിലേക്ക് കടന്ന് ലിപ്സ്റ്റിക് എടുത്ത് അവളുടെ ചുണ്ടുകളിൽ പൂശി കൊടുത്തു. വാവ്, പെർഫെക്റ്റ്. വിരലുകൾ ഉയർത്തി ഗംഭീരമായിട്ടുണ്ടെന്ന് കാണിച്ചു. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവന് നെഞ്ചിലേക്ക് ചാഞ്ഞു. അവനും അതേ ചിരിയോടെ അവളുടെ മുടിയിഴകളെ തഴുകി. നിനക്കിത് എന്തു പറ്റി പല്ലവി? ഞാൻ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു. എന്തെങ്കിലും വയ്യായികയുണ്ടോ? എഡിച്ച വിവാഹം ചെയ്ത പെണ്ണിനോട് എന്നെ കുറിച്ച് പറയോ? നമ്മുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയോ? ആളവന്റെ മിഴികളിലേക്ക് ഉറ്റുനോക്കി. യെസ്, ഷുവറായിട്ടും പറയും. ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ലടോ. കല്യാണം കഴിഞ്ഞും ഇതുപോലെ റിലേഷൻഷിപ്പ് തുടരാഞ്ഞാൽ മതി. അവൾക്ക് നോവില്ലേ ടീച്ച? എനിക്കിപ്പോൾ നോവുന്ന പോലെ. സ്വരം താഴ്ത്തി അവന് കേൾക്കാൻ പറ്റാത്തത്രയും താഴ്ത്തിക്കൊണ്ട് വീണ്ടും അവനെ നെഞ്ചിലേക്ക് തന്നെ പറ്റിച്ചേർന്ന് നിന്നു. ഒരിക്കലെങ്കിലും ഉള്ളിലെ പ്രണയം തുറന്നു പറയാതെ എങ്ങനെയാ പല്ലവി എഡിയിൽ നിന്റെ പ്രണയത്തെ തിരിച്ചറിയുന്നത്? ഇന്ന് പറഞ്ഞു നോക്കണം. ചിലപ്പോൾ കളിയാക്കുമായിരിക്കും, ചിലപ്പോൾ ഉറക്കെ ചിരിക്കുമായിരിക്കും. തന്നെ പോലെ ഹൈ സൊസൈറ്റി വളർന്ന ഒരു പെണ്ണിന് ഇഷ്ടപ്പെടുന്ന പുരുഷനോടൊപ്പം മടികൂടാതെ ദിവസങ്ങളോളം മാസങ്ങളോളം ജീവിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു പെണ്ണിന് പ്രണയമോ? അത്തരമൊരു പെണ്ണായിട്ട് തന്നെയാണോ എഡിഷൻ തന്നെ കരുതിയിട്ടുണ്ടാവുക? അങ്ങനെയാണെങ്കിൽ തന്നെ അതിലെന്താണ് ഒരു തെറ്റ്? ഉള്ളിൽ നോവുരുണ്ടുകൂടി. ആദ്യമായി തന്റെ രൂപത്തോട് താൻ വളർന്ന ചുറ്റുപാടുകളോട് അവൾക്ക് വെറുപ്പ് തോന്നി. എഡിച്ചന് എപ്പോഴെങ്കിലും എന്നോട് പ്രണയം തോന്നിയിട്ടുണ്ടോ? രാത്രി ബാൽക്കണിയിൽ തണുത്ത കാറ്റേറ്റ് 2 ബീറും കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അവനപ്പോൾ ചോദ്യം കേട്ടയുടൻ ചുണ്ടിൽ മുട്ടിച്ച ബോട്ടിൽ താഴേക്ക് വെച്ചവൻ അവളെയും നോക്കി. ചില രാത്രികളിൽ നീ ഇങ്ങനെ തൊട്ടുരുമി എനിക്കടുത്ത് കിടക്കുമ്പോൾ എനിക്ക് നിന്നോട് പ്രണയം തോന്നാറുണ്ട്. അവനടുത്തായിരിക്കുന്ന അവളുടെ കഴുത്തിരിക്കിലേക്ക് കുസൃതിയോടെ മുഖം പൂഴ്ത്തി. അവളൊന്ന് പിടഞ്ഞോട് അല്പം മാറിയിരുന്നു. അപ്പോ എന്താ അഡീഷന് തോന്നാറ്? ശ്വാസം വിലങ്ങുന്ന പോലെ തോന്നാറുണ്ടോ? ഹൃദയം വല്ലാണ്ട് മിടിക്കുന്ന പോലെ തോന്നാറുണ്ടോ? മിഴികൾ വിടർന്നു വന്നു. തനിക്ക് തോന്നുന്ന പോലെ എന്തെങ്കിലും തിരിച്ചു അഡീഷന് തോന്നുന്നുണ്ടോ എന്നറിയാൻ ഉള്ളു പിടഞ്ഞു. അപ്പൊ തോന്നുന്നത് ഞാൻ അപ്പോൾ ചെയ്യാറ്. ഇപ്പോഴും അത് തന്നെ തോന്നുന്നു. വീണ്ടും അവൻ അവളുടെ കഴുത്തിരിക്കിലേക്ക് മുഖം പൂഴ്ത്തി. ഒരു തരം നിർവികാരത അവളെ പൊതിഞ്ഞു. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എഡിച്ചെന്നെ മറക്കായിരിക്കും അല്ലേ? ആൾക്ക് നെഞ്ചു നേറി. കെട്ടിയ മിന്നിനോട് തീർച്ചയായിട്ടും കൂറു പുലർത്തണം. അതുകൊണ്ട് ഞാൻ നിന്നെ മറക്കണം. പുതിയൊരാൾ വരുമ്പോൾ എന്നെ മറക്കാൻ എളുപ്പമായിരിക്കും. ഓർക്കാൻ കൂടെ നേരം കാണില്ല അല്ലേ ഈച്ച? അവളുടെ ശബ്ദമിടറി. അത് പറഞ്ഞപ്പോഴാ നാട്ടിൽ നിന്ന് അമ്മച്ചി വിളിച്ചിരുന്നു. അവിടെ എനിക്കൊരു പെണ്ണ് കണ്ടു വെച്ചിട്ടുണ്ടെന്ന്. എത്രയും പെട്ടെന്ന് ചെല്ലാനാ പറഞ്ഞത്. നാളേക്ക് ടിക്കറ്റ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. കേട്ടുറപ്പിച്ച ഇനി ഇങ്ങനെ ഒരേ ഫ്ലാറ്റിൽ താമസവും പിന്നെ ഈ കൂടിക്കാഴ്ച ഒന്നും ഉണ്ടാവില്ല കേട്ടോ പല്ലവി. ഒരിത്തിരി പതർച്ച പോലില്ലാതെ പറയുന്നവരെ വിങ്ങിക്കൊണ്ട് അവൾ നോക്കി. അപ്പം ഞാൻ വരണ്ട എഡിച്ച കെട്ടിന്?
അല്ലെ വേണ്ട, ഞാൻ വരുന്നില്ല. വന്നാൽ ചിലപ്പോൾ അവളെ കെട്ടണമെന്നെങ്ങനെ ഞാൻ വിളിച്ചു പോകും. കൺകോളിൽ അവൻ കാണാതെ നീര് പൊടിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ രണ്ടുപേരും ചേർന്നുള്ള അവസാനത്തെ രാത്രിയാണ് അല്ലേ ടീച്ച? ഒരുതരം മരവിപ്പോടെ അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. കൈകളിൽ കോരിയെടുത്തവൻ മുറിയിലേക്ക് നടക്കുമ്പോഴും അവളിൽ അതേ മരവിപ്പായിരുന്നു. എഡിച്ച, ഐ ലവ് യു. അവൻ്റെ ലഗേജുകൾ ട്രെയിനിലേക്ക് എടുത്ത് വെച്ചുകൊണ്ടവൾ അവനെ തന്നെ നോക്കി നേർത്ത സ്വരത്തിൽ പറഞ്ഞു. അവനൊരു ചിരിയോടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരുടെ മുടികളിൽ ഒന്ന് പിച്ചി പറിച്ചു. അകലങ്ങളിലേക്ക് ഊകി വിളിച്ചു പോകുന്ന ട്രെയിനിലേക്ക് തളർച്ചയോടെ നോക്കി. തിരികെ ഫ്ലാറ്റിലെത്തിയതും വാതിലടച്ച് ഉറക്കെ കരഞ്ഞു. നാട്ടിലെത്തിയെന്ന് പറയാൻ അവൻ വിളിക്കുമെന്ന് കരുതി. ഒറ്റയ്ക്ക് പേടിയുണ്ടോ കൊച്ചേ എന്ന് ചോദിച്ചവൻ രാത്രിയെങ്കിലും വിളിക്കുമെന്ന് കരുതി. നീ അരികിലില്ലാതെ ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് വെറുതെയെങ്കിലും പറയുമെന്ന് കരുതി. ഒന്നും ഉണ്ടായില്ല. പലവി മരിച്ചിരിക്കുന്നു അല്ലേ ടീച്ചർ? നോവേറി. കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾക്കിടയിലും എഡിയുടെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. ഒരാഴ്ചക്കിപ്പുറം പലതവണ പലവി വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഒറ്റ റിങ്ങിൽ കട്ടായി പോകുന്നു അവനെ നിരാശപ്പെടുത്തിക്കൊണ്ടിരുന്നു. മറ്റാരുടെയൊക്കെ ഫോണിൽ നിന്ന് വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുക്കാത്ത അവനെ അസ്വസ്ഥനായിക്കൊണ്ടിരുന്നു. എഡീച്ച, ഐ ലവ് യു. അവളുടെ നോവ് നീർന്ന കണ്ണുകൾ അവന്റെ ഉറക്കത്തെ മുറിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ വരണ്ട എഡീച്ച കെട്ടിന്? അല്ലേ വേണ്ട, ഞാൻ വരുന്നില്ല. വന്നാൽ ചിലപ്പോൾ അവളെ കെട്ടണമെന്നെങ്ങാനും ഞാൻ വിളിച്ചു പോകും. വീണ്ടും അവളുടെ ചിലമ്പിച്ച ശബ്ദം ചിന്തകളിൽ നിറഞ്ഞു. അന്നും ആ പെണ്ണിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. നീ ഇത് എങ്ങോട്ടായി ഡി? ബാഗിൽ എന്തൊക്കെയോ കുത്തിയണച്ച് യാത്രയ്ക്ക് ഒരുങ്ങി അവന്റെ കൈകളിൽ അമ്മച്ചി പിടിച്ചു വെച്ചു. അമ്മച്ചിക്ക് ഒരു അച്ചായത്തി കൊച്ചിനെ തന്നെ വേണം നിർബന്ധമാണോ? ഒരു നല്ല ദൈവഭയമുള്ള ഹിന്ദു കൊച്ചായാലോ? ഇതിരി പെടഞ്ഞുകളി കൂടുതലാണെന്നേ ഉള്ളൂ. സ്നേഹമുള്ള കൊച്ച അമ്മച്ചി. അവൻ അമ്മച്ചിയുടെ കവിളിനെ വലിച്ചു വിട്ടുകൊണ്ട് മറുപടി കാത്തിൽക്കാതെ അവിടെ നിന്ന് തിരിച്ച് കോളിംഗ് ബെല്ലിൽ വിരലമർത്തി അവൾക്കായി കാത്തുനിന്നു. വാതിൽ തുറന്നു അവൾ ആകമൊത്തം പഴയതുപോലെ കണ്ണുകൾ കൊണ്ടൊന്നൊഴിഞ്ഞു. ആ പെണ്ണിന്റെ കണ്ണുകൾക്ക് പിടച്ചിലേറ്റു. എന്നാടി കൊച്ചേ, നീ ഇവിടെ പട്ടിണിയാണോ? ആകെ മെലിഞ്ഞ് കോലം കിട്ടല്ലോ. അവൻ അവളുടെ എണ്ണ പറ്റിയ മുടികളിലേക്ക് അത്ഭുതത്തോടെ നോക്കി. ഉടുത്തിരിക്കുന്ന കോട്ടൺ സാരിയിൽ ശരീരത്തിന്റെ ഒരു അംശം പോലും കാണുന്നില്ല. ചുണ്ടിൽ ചായമോ കണ്ണിൽ കരിമഷിയോ ഇല്ല. അവന്റെ ചോദ്യത്തിലുള്ള ഉത്തരമായി കിട്ടിയ ചിരിക്കും പഴയ പ്രകാശമില്ല. അരികിലേക്ക് ചെന്നിരുന്നവൻ ആ പെണ്ണിന്റെ മുഖത്തെ കൈക്കുമ്പിൽ കോരിയെടുത്തു. എന്നതിനാടി നീ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത്? ഇപ്പൊ എനിക്ക് അടക്കൊതുക്കൊണ്ട് ടീച്ചർ. ഇപ്പൊ എന്നെ കാണുന്ന നാട്ടുപുറത്തെ പെണ്ണിനെ പോലെയുണ്ടോ? ശബ്ദത്തിലും ചോദ്യത്തിലും നോട്ടത്തിലും പോലും വെപ്രാളം കലർന്നു. അവൻ അവളെ കൈകളിൽ വാരിയെടുത്ത് മുറിക്കുള്ളിലേക്ക് കയറ്റി. നിനക്ക് ഞാനൊരു 10 മിനിറ്റ് സമയം തരും. ചെന്ന് പഴയന്റെ പല്ലവി കൊച്ചായിട്ട് ഇറങ്ങി വന്നോളാം. അത്യാവശ്യം വേണ്ട ഡ്രസ്സ് എടുത്ത് ബാഗിലിട്ടോ. മുറി അടച്ചവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ളിലെ സന്തോഷം ഒന്ന് കരഞ്ഞു തീർക്കാൻ അവൾക്ക് കൊതി തോന്നി. അവൻ പോയി കളയുമോ എന്ന ഭയം കൊണ്ട് എന്തൊക്കെയോ വാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങാം, അമ്മച്ചി കാത്തിരിപ്പുണ്ടാവും. അങ്ങ് കോട്ടയത്തേ. എന്നെ ഇഷ്ടാവും ടീച്ച. ആൾക്ക് നെഞ്ചു വിങ്ങി. അവൻ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ഈ കോലത്തിൽ കണ്ടാൽ ഇഷ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. സാരല്ല, നല്ല പോർക്കും താറാവും ബീഫൊക്കെ വരട്ടിയുണ്ടാക്കി കഴിച്ച് അങ്ങ് കൊഴുക്കും. അതൊക്കെ നമ്മുടെ അമ്മച്ചേനെ ഉണ്ടാക്കി തരടി. എന്നിട്ടും ശരിയായില്ലെങ്കിൽ ബാക്കി ചായ നോക്കിക്കോളാം. അവനവളുടെ കാതരികൾ സ്വകാര്യം പോലെ പറഞ്ഞു. നാണത്തോടെ ആ പെണ്ണ് ഒന്നുകൂടി അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു.